Good afternoon. Yes, good afternoon. Yes. Good afternoon. ആരംഭിച്ചാലോ? Let us start. Okay. How was your Onam celebration and Onam days? Onam എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? Good. Very good. Yes. എല്ലാവർക്കും good തന്നെയാണ്. Yes, that was little good. Yes. Good. Ramsiya good. Very good. Yes. ഇപ്പൊ നമുക്ക് വേണ്ടത് നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ പറയണം. യെസ്, ഓണത്തിന്റെ അന്നത്തെ, അതായത് ഞായറാഴ്ചത്തെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞാൽ മതി. രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു എന്ന് മുതല് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ. ആൻഡ് യു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ റംസിയുടെ ഓണമായിരുന്നു നല്ല ഓണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, റംസിയായിട്ട് തന്നെ തുടങ്ങാം. യെസ്, when did you get up? എത്ര ടൈപ്പ് കറികൾ ഉണ്ടാക്കി? ഗസ്റ്റുകൾ ആരൊക്കെയായിരുന്നു? പിന്നെ എവിടെയെങ്കിലും സുഹൃത്തിന്റെ വീട്ടിലോ സുഹൃത്തിന്റെ വീട്ടിലോ ബന്ധു വീട്ടിലോ എവിടെയാണ് യാത്ര പോയിട്ടുണ്ടെങ്കിൽ അത് യെസ് റംസിയ. Yes, come on. എന്തായാലും മിണ്ടത്തെ. Oh, yes. Yes, ഇനി പറഞ്ഞോളൂ. സാറ് ഞാൻ പറയാം. ഞാൻ ഓണത്തിന് പോയെന്ന് പറഞ്ഞാല് ഞാൻ ഇതുപോലെ അബാക്കസിന്റെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട് പിള്ളേർക്ക് ശനി ഞായറും സ്കൂളില്. അപ്പൊ ഞങ്ങൾ അവിടെ ഓണപരിപാടിയൊക്കെ നടത്തി. പിന്നെ പിള്ളേരെ കൊണ്ട് ഇതുപോലെ ഓരോ മത്സരങ്ങളൊക്കെ നടത്തി. പിന്നെ അവർക്ക് സമ്മാനമൊക്കെ കൊടുത്ത് അങ്ങനായിരുന്നു ഓണം ആഘോഷിച്ചത്. അല്ലാതെ ഞാനെങ്ങും റിലേറ്റീവിന്റെ വീട്ടിലും ഫ്രണ്ട്സിന്റെ വീട്ടിലും ഒന്നും പോയില്ല. എല്ലാരും എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ അങ്ങനെ ഓണം ആഘോഷിച്ചത്. അതൊന്നും ഇംഗ്ലീഷിൽ പറയാൻ മതി. അതൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഇംഗ്ലീഷിൽ പറയാനുള്ളതാണല്ലോ. അല്ലാതെ ഓണം ഇപ്പൊ ചെറുകിടമായ രീതിയിലായി പോയി എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നോ പ്രോബ്ലം. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കി.
We celebrated the Onam in a school. School പേര് പറയാം. We conducted so many competitions for the children. We prepared a payasam for the children. അങ്ങനെ പറഞ്ഞാൽ മതി. Yes. MC ആലോചിക്കുക. ഇനി ഞാനും പൊതുവായിട്ട് പറയുന്നു, നിങ്ങളുടെ ഞായറാഴ്ചയിലെ ആ ഒരു ദിവസത്തെ പരിപാടി. യെസ്, അതൊന്ന് പറഞ്ഞേ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഓണം? എന്തുപറ്റി? എല്ലാവരും പിന്നോട്ട് പോണേ? ഓണത്തിന്റെ ക്ഷീണം കൊണ്ടാണ്. ചിന്നു ജോസ്, can you speak about your Onam celebration? എനിക്ക് ഇപ്പൊ തൊട്ടുള്ളതല്ലേ പറയണ്ടേ? ഞാനത് ഉദാഹരണം പറഞ്ഞത് മാത്രമേ എങ്ങനെ വേണമെങ്കിലും പറഞ്ഞു, അത് കുഴപ്പമില്ല. I woke up early in the morning. Yes, okay. I went to church. Okay. After returned my home, I start my cleaning. Okay. Before cleaning, I ate my breakfast. Okay. Then I cleaned my home. Okay. Then I support my mother for making on Sadhya. Yes. And the menu for the Onasandhya items, pachidi, kichidi. Many curry Yes. are prepared. Avial, sambar, Yes. kichdi, then pappadam. കറികളുടെ ഒക്കെ ഇംഗ്ലീഷ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് അല്ലേ? അപ്പൊ മധുരക്കറി, കാളൻ, many curries are prepared. Okay. Then I eat my Onam Sadhya with my family. എത്ര പേരുണ്ടായിരുന്നു ഊണിന്? 7 members. അല്ല 6 members. Family members. സ്ഥിരം വീട്ടിൽ അല്ലാതെ എത്ര പേരുണ്ടായിരുന്നു? ഇംഗ്ലീഷ് പറയണം. താമസിക്കുന്നത് കൂടാതെ പുറത്തുനിന്ന് എത്ര പേര് വന്നു എന്ന് ചോദിച്ചു. റിലേറ്റീവ്സ് No other. Only the family members. Only my family members. Okay. And after the lunch, I sleep. I slept. Very good. Okay. Yes. അപ്പൊ ചിന്നു ജോസ് പറഞ്ഞ പോലെ ഇനി ആ ദിവസത്തെ പരിപാടി, ഓണത്തിന് ദിവസത്തെ പരിപാടി എടുത്തതാരാ പറയണേ? ഞാൻ പറയാം സാർ. Yes, very good. പറഞ്ഞോളൂ. പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല, എന്നാലും പറയാം എന്താ ഉണ്ടായത് എന്നൊക്കെ. Yes, okay. ധൈര്യമായിട്ട് പറഞ്ഞു. Okay. I wake up too late on Sunday at 9 o'clock. Very good. Because I am in my home. Then no any program because I am not well on that day. I am on sick fever. Okay. Everyone eats sadhya on Onam, but I eat biryani. Oh yes, very good. Yeah. After eating biryani, I go to sleep. Yes, again went to sleep. Okay. That's only, sir. That is my Onam. Okay.
വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്തു എന്നുള്ളതല്ല, അത് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രധാനപ്പെട്ടത്. ഓക്കെ, അടുത്തതാരാണ്? സർ, ഞാൻ പറയാം. ഓക്കെ, തന്നെ. I wake up early in the morning at 6 a.m. and I go to church. I went to church. I went to church. Then I came back to home and make payasam. Yes. And my mother make so many curries. Yes. And we eat lunch at 1:30 p.m. Okay. Then I sleep very well. I slept with the full of. That's all. That is all, Your Honor. Very good, very good, very good. Okay. Yes. ഇനി അടുത്താണ്. റംസിയെ പറഞ്ഞിട്ടില്ല, റംസിയെ റെഡിയായി നിന്നോ? യെസ്. യെസ്, ഈ ആരാണ് പറയണേ? About your. Yes. Who is next? Ramsiya, ready or no? Ramsiya. Yes. Nobody. Rosmin, can you say? Yes. Jabir Sharif. Can you say? Bindu Rajiv, can you say? Yes, sir. Yes, പറഞ്ഞോളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കണതേ? അത് പറഞ്ഞോ. ഓക്കെ, പ്ലീസ് സറോസ്. പറഞ്ഞോ. ബിന്ദു രാജീവ് പറഞ്ഞോളൂ. We celebrated Onam at my home. Okay. I got up at 6 o'clock in the morning and prepare food for my family. Okay. We went to the nearest park, nearest temple. Okay. There we met our friends. My friends. Palada is the special dish for Onam that I made. Okay. After the lunch, we were going to the nearest park with my cousins. Okay. That's all. That is all about the Onam. Very good. Thank you, sir. Okay. Bashire, Premo. Yes, ഞാൻ ആരുടെ പേര് പറയുന്നില്ല. Who is ready to speak about your Onam? Yes, who is ready? ഓണത്തിന്റെ ഹാൻഡ് ഓവറിൽ നിന്ന് മാറാത്തതുകൊണ്ടാണോ? യെസ്.
ഓക്കെ. സോ നിങ്ങൾ ആരും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് വീണ്ടും ടെൻസിലോട്ട് തന്നെ വീണ്ടും മടങ്ങി വരാം. ഓക്കെ. ഞാൻ പറയാം സാറേ. യെസ് സഞ്ജു നെൽസൺ പറഞ്ഞോളൂ. I woke up at early in the morning. I prepared tea and make a pookalam with my husband. Okay. Then I cleaned my house. Then I prepared breakfast with my family. Okay. Then my mother-in-law prepared semia payasam. Yes. Then I prepared sadhya items, sambar, aviyal, thoran, pachadi, kichadi, etc. Okay. Then also my family members eated the sadhya. Okay. Then 2:30 I went to my home. Okay. That is all. Very good. You got the time, you prepared well. Very good. Yes. Again, who is any other person to speak about your honor celebration? Anybody? Who is ready to say? Who is ready to speak about your honor celebration? Yes. Nobody. Sir, may I? Yes, okay. Naushila. Naushila ka sila parehara ulayinillo. Yes, okay. This year's Onam was truly special for me. Very good. I woke up early to help my family members. Okay. And we prepared a delicious sadhya feast with about 14 dishes, including adapradaman, parippu, aviyal, sambar, beetroot pachadi, pineapple pulisheri, etc. Very good. And my relatives also joined us and we shared a delicious feast together. Okay. In the evening, I went to my sister's home. Okay. And we shared another sadhya there. Very good. The best part of my Onam celebration was spending quality time with my family members and sharing our memories in childhood. Okay. And I wished my friends and family happy Onam. Okay. It was my last Onam day. Very good. Very good. Yes. Who is next? അടുത്തതാണ്. പിന്നെ ഞാൻ പറയുന്നില്ല. ഈ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും പറയുക നിങ്ങൾ ബാക്കിയുള്ളവര് ഓണം സെലിബ്രേഷനെ കുറിച്ച്. ഓക്കെ. അപ്പൊ ടെൻസിനെ കുറിച്ച് കുറച്ച് പറഞ്ഞതിന് ശേഷം അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ച് സമയം കിട്ടും. ആലോചിക്കാൻ കിട്ടുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ആലോചിച്ച് വെക്കുക, അതിനുശേഷം പറയുക. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പാസ്റ്റ് കണ്ടിന്യൂസ് ശരിയല്ലേ? പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ. പാസ്റ്റ് കണ്ടിന്യൂസ് റെഡിയാണ്. ഓക്കെ. യെസ്, പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതുന്നു, പിന്നെ വെർബ്, അതുപോലെ പിന്നെ മുഴുവൻ ഐഎൻജി. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസിന്റെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞത്. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, വെർബ് പ്ലസ് ഐഎൻജി. ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി അത് തന്നെ നെഗറ്റീവ് ആക്കുമ്പോൾ നോട്ട് കൂടി ചേർക്കുക. സബ്ജക്റ്റ്, വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ നോട്ട്, പിന്നെ വെർബും അതിന്റെ കൂടെ ഐഎൻജി. അതിനോടൊപ്പം തന്നെ വീണ്ടും നമ്മൾ പറഞ്ഞത് അത് തന്നെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പാസ്റ്റ് കണ്ടിന്യൂസിന്റെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വാസിലെങ്കിലും വേർന്നുള്ളത് ആദ്യം പറയുക. അപ്പൊ അത് ചോദ്യമായിട്ട് മറന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ഓണത്തിന് മുമ്പ് പറഞ്ഞ് നിർത്തിയത് പാസ്റ്റ് കണ്ടിന്യൂസ് വരെ. ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത്
ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാചകത്തെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ എഴുതുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബി എന്ന് ചേർക്കുന്നു. പിന്നെ വെർബ് എഴുതുന്നു. ആ വെർബിന്റെ കൂടെ ing ചേർക്കുന്നു. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം സബ്ജക്റ്റ്, അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നു, ing ചേർക്കുന്നു. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ, അപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഐ സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാൽ, ഐ ഷാൽ ബി വർക്കിംഗ്, ഷാൽ ബി വർക്കിംഗ്. യു വിൽ ബി ഡൂയിങ് ഹോംവർക്ക്. ദേ വിൽ ബി റണ്ണിങ് ഫാസ്റ്റ്. അപ്പോ സബ്ജക്റ്റ് പറയുന്നു, വിൽ അല്ലെങ്കിൽ ഷാൽ പറയുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ കൂടെ സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം ബി, പിന്നെ വെർബ്, പിന്നെ അതിന്റെ കൂടെ ing. വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ, നിങ്ങൾ സിമ്പിൾ ഫ്യൂച്ചറിൽ വരുന്ന 1-2 സെന്റൻസുകൾ പറഞ്ഞേ. ഒന്ന് രണ്ട് വാചകങ്ങൾ എഴുതുക. സബ്ജക്റ്റ് വേണം, വില്ല് അല്ലെങ്കിൽ ഷാല് വേണം, ബി വേണം, വെർബിന്റെ കൂടെ ing. They will be playing. Okay, Shiga, Yoshida. He will be writing. Okay. He will be. I shall be preparing food. Anju Nelson. Siriana. I shall be preparing food. Okay. Yes. He. Subject plus will or shall plus be plus verb plus ing. I will be respecting to others. Okay. He will be working with the Rajiv. Okay. Yes. അടുത്താണ്. Subject plus will or shall plus be plus verb plus ing. Yes. കുറച്ച് പേരെല്ലാം ഇപ്പൊ എഴുതുന്നുണ്ട്. നോക്കി, ഓണത്തിന്റെ ക്ഷീണമാണോ? They will be studying. Okay, ശരിയാണ്. They will be dancing. And Anwar Sadiq. Okay. Nasima, they will be coming to my home. Okay. They will be preparing for examination this year. Okay. Yes. Okay, next. Okay. Subject plus will or shall plus be plus verb plus ing. Subject plus will അല്ലെങ്കിൽ shall be verb plus ing. She will be reading. Anju. Okay. Ready. Shiga. I shall be dancing. Okay. I shall be dancing. Okay.
ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ തന്നെ നെഗറ്റീവായ വാചകങ്ങൾ നമുക്ക് എടുക്കാം. നെഗറ്റീവായ വാചകങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ ഒരു നോട്ട് ചേർത്താൽ മതി. യെസ്, ഐ വിൽ ബി ഹെൽപ്പിംഗ് മൈ മദർ ടു മേക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ ഫാത്തിമ, അപ്പോ ഇതിന്റെ നെഗറ്റീവ് വാചകം നമ്മൾ റെഡിയാക്കുമ്പോൾ ഇതുകൂടി ചേർക്കുക, ഒരു നോട്ടും കൂടി ചേർക്കുക. നോട്ട്, യെസ്. ആ നോട്ട് ചേർക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, വില്ലിന്റെയും ബിയുടെയും ഇടയിൽ ചേർക്കാൻ നോട്ട്. വിൽ ബി നോട്ട് എന്ന് പറയരുത്, വിൽ നോട്ട് ബി എന്ന് പറയാം. വിൽ നോട്ട് ബി. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജോലി ചെയ്യുകയായിരിക്കില്ല. ഐ ഷാൽ നോട്ട് ബി വർക്കിംഗ്. ഐ ഷാൽ നോട്ട് ബി വർക്കിംഗ്. ഓക്കെ 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 ഓക്കെ. വില്ലിന്റെ 5. ഓക്കെ, വില്ലിന്റെയും ഷാലിന്റെയും ഇടയിൽ ചേർക്കാം. ഫാത്തിമ, ഓക്കെ. ഐ വിൽ നോട്ട് ബി റെഡി ടു ഗോ ടുമോറോ. ഐ ഷാൽ നോട്ട് ബി സ്ലീപ്പിംഗ്. ഓക്കെ ഓക്കെ, നിങ്ങൾ പറയുന്നത് പറ്റും, എഴുതിക്കോളൂ. നോട്ട് ചേർക്കുമ്പോൾ വില്ലിന്റെയും ഷാലിന്റെയും ഇടയിൽ നോട്ട് ചേർക്കാം. ഐ ഷാൽ നോട്ട് ബി, വിൽ നോട്ട് ബി, there will not be. Okay 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 okay, yes. സ്വന്തമായി നിങ്ങളുടെ വാചകങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. സബ്ജക്ട് എഴുതുക, വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതുക, നോട്ട് ചേർക്കുക, ബി എഴുതുക, വെർബ് എഴുതുക, ing ചേർക്കുക. യെസ്, ഐ ഷാൽ നോട്ട് ബി കമ്മിങ് സ്കൂൾ ടുമോറോ. ഫാത്തിമ, ശരിയാണ്. ഐ ഷാൽ നോട്ട് ബി കമ്മിങ് സ്കൂൾ ടുമോറോ. യെസ്. അടുത്തത്, they will not be playing cricket. Angelson, ശരിയാണ്. They will not be playing cricket. Yes. അടുത്തത്, യെസ്. ഇതൊന്നും സ്പീഡില്ലാതെ. They shall not be ready to go to school assembly. Okay, അതിനകത്ത് ing വരാവുന്ന രീതിയിൽ കൂടി എഴുതാം കേട്ടോ. യെസ്. They will not be reaching. Okay, they will not be reaching on time. I shall not be coming tomorrow. Ramsia. Okay, I shall not be coming tomorrow. He will not be preparing for examination. Chinajos. Okay, you will not be driving tomorrow. Bindu. Okay, they will not be attending the event. Very good. Now Shila. Yes, will do. നെഗറ്റീവ് സെന്റൻസ് നോട്ട് ചേർക്കുക, വില്ല് ഷാല് കഴിഞ്ഞ ശേഷം നോട്ട് ചേർക്കുക, അതിനുശേഷം ബി ചേർക്കുക. They will not be working. She will not be, he shall not be buying a pen. 5 ആൻസർ ശരിയാണ്. He shall not be buying a pen. I will not be ready to join that function. Okay, Nasima. Yes. Okay, okay. അപ്പൊ നമുക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കിയത്. ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ നെഗറ്റീവ് വാചകങ്ങൾ. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകം, ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങൾ. അവൻ പഠിക്കുകയായിരിക്കുമോ, നിങ്ങൾ ഉറങ്ങുകയായിരിക്കുമോ, അവർ ചിന്തിക്കുകയായിരിക്കുമോ, നീ വിളിക്കുകയായിരിക്കുമോ, അങ്ങനെ നമുക്ക് ചോദിക്കണമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, വിൽ അല്ലെങ്കിൽ ഷാല് ആദ്യം പറഞ്ഞാൽ മതി. അപ്പൊ ശരിയാണ്. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്
ഞാൻ വരികയായിരിക്കും. ഐ ഷാൽ ബി കമ്മിങ്. ഞാൻ വരികയായിരിക്കുമോ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഷാൽ ആദ്യം പറയാം. ഷാൽ ഐ ബി കമ്മിങ്. ഷാൽ ഐ ബി കമ്മിങ്. അപ്പൊ ക്വസ്റ്റ്യൻ ആയി. ഫാത്തിമ, അത് ഐഞ്ച് വന്നിട്ടില്ല, ബിയും വന്നില്ല. അത് വന്നിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക. വിൽ അല്ലെങ്കിൽ ഷാൽ ആദ്യം പറയുക, അത് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റും ബിയും വെർബിന്റെ കൂടെ ആയിരിക്കും. നമുക്ക് എക്സാമ്പിൾ പറയാം. വിൽ യു ബി കമ്മിങ്? നീ വരികയായിരിക്കുമോ? വിൽ യു ബി കമ്മിങ്? ഓക്കെ ബിന്ദു, വിൽ ഹി ബി വർക്കിംഗ്? ശരിയാണ്. വിൽ അല്ലെങ്കിൽ ഷാൽ ആദ്യം പറയുക, അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറുന്നു. അത് ദാറ്റ് വിൽ ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. ബാക്കിയുള്ളവര് will they be playing? Shall they be playing? Okay, okay, okay. ശരിയാണ്. Yes. Will she be coming tomorrow? ശരിയാണ്. Yes. പറഞ്ഞോളൂ. ക്ലിയർ ആവുന്നില്ലേ? ഇവിടെ ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ടല്ലോ. വിൽ യു ബി ഡ്രൈവിംഗ്? വിൽ ഷീ ബി സ്റ്റഡിയിങ്? വിൽ യു ബി റീഡിംഗ്? ഓക്കെ. നൈസി ജോർജ്, വിൽ ഷീ ബി സിംഗിങ്? ഓക്കെ, ഓക്കെ, ഓക്കെ. ശരിയാണ്, ശരിയാണ്. യെസ്. വിൽ ഷീ ബി ഡാൻസിങ്? റംസിയ, ശരിയാണ്. ഓക്കെ. Okay, 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 okay. Will they be celebrating Onam? Okay, okay, Navshida. Okay, 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 ശരിയാണ്. ഇനി ഞാനിവിടെ ഒരു വാചകം പറയാം. നിങ്ങൾ അതിന്റെ ആ ഫിക്സഡ് കണ്ടിന്യൂസ് ആയ വാചകത്തിന്റെ പോസിറ്റീവ് ഞാൻ പറയുന്നത്. നിങ്ങൾ അതിന്റെ നെഗറ്റീവ് എഴുതണം, അതിന്റെ പോസിറ്റീവ് എഴുതണം. വാചകത്താണ് എഴുതിയോ? ഒന്നാമത്തെ വാചകം, they will be THEY. They will be visiting VISITING, visiting Kashmir. They will be visiting Kashmir. They will be visiting Kashmir. ഇനി ഇതൊരു പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചറിലെ പോസിറ്റീവ് ടൈപ്പ്. ഇതിന്റെ തന്നെ നെഗറ്റീവ് എഴുതണം. ക്വസ്റ്റ്യൻ മോഡ്, ക്വസ്റ്റ്യൻ മോഡുള്ള വാചകം അത് എഴുതി. Okay, they will not be visiting any question. They will not be visiting Kashmir. Fatima, ശരിയാണ്. They will not be visiting Kashmir. Chinnu, Anwar, Nelson, Anju Nelson correct ആണ്. They will not be visiting Kashmir. Okay, 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 okay. ഇനി ഇതിന്റെ തന്നെ will not be visiting Kashmir. Okay, 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 okay. Okay, ഇനി അതിന്റെ question ആയിരുന്നു. They will not be Drisha. They will not be visiting Kashmir. Fatima, Sharin. Okay. Okay, okay, okay. Yeah, ചോദ്യമായിട്ട് എഴുത്. Chinnu Jose, will they be visiting Kashmir? Will they be visiting Kashmir? Okay, okay, okay. Will they be visiting Kashmir? Will they be visiting Kashmir? Okay, okay. Aina.
Will they be visiting Kashmir? Will they be visiting Kashmir? Bindu, Rajiv, Nasima, Naisi, Anju Nelson, ശരിയാണ്. ശരിയാണ്. Yes. Will they be visiting Kashmir? ശരിയാണ്. ഓക്കെ. അപ്പോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഒന്നുകൂടി ഇത് ക്രോഡീകരിക്കുകയാണ്. ഫാത്തിമ ഒരു ചോദ്യം കൂടി പറയാം. ഓക്കെ. ശരി, ഓക്കെ. എഴുതിക്കോ. She will be dancing well. W-E-L-L, well. She will be dancing well. She will be dancing well. അത് നെഗറ്റീവ് ആക്കുക, പിന്നെ ക്വസ്റ്റ്യൻ ആക്കുക. She will be dancing well. ഓക്കെ. ഹൈന ശരിയാണ്. ചിന്നു റോസ് ശരിയാണ്. ഫാത്തിമ ശരിയാണ്. രണ്ടുപേരും വെരി ഗുഡ്. ഫാത്തിമ അതിന്റെ നെഗറ്റീവ് എഴുതി, അതിനോടൊപ്പം തന്നെ ഇന്റർഗേറ്റീവ് എഴുതി. She will not be dancing. ശരിയാണ്. നസീമ ശരിയാണ്. She will not be dancing well. ശരിയാണ്. ഓക്കെ. Chindu Jose, will she be dancing well? അത് ശരിയാണ്. ഓക്കെ. അതിന്റെ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ. ക്വസ്റ്റ്യൻ. ഓക്കെ. That is also correct. Will she will not be dancing? ശരിയാണ്. Rajiv, will she be dancing well? Anwar, Anju Nelson, she will not be dancing. Will she be dancing well? Okay. Anju correct ആണ്. Yes, will she be dancing well? Nasima correct ആണ്. Drisha, she will not be dancing well. Okay. ശരിയാണ്. Okay. Next is Jyoti, will she be dancing well? And the question mark കൂടി ഇട്ടേക്കുക. Will she be dancing well? Drisha, very good. Okay. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് ക്രോഡീകരിക്കുകയാണ്. അപ്പൊ നമ്മള് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു എക്സസൈസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഉള്ള ക്ലാസ്സിൽ ഷിഗോക്കെ പറഞ്ഞിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ 6 ടെൻസുകളെ കുറിച്ച് നമ്മൾ ഇതോടുകൂടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. 6 നമ്മൾ പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. 6 ടെൻസ്. ഈ 6 ടെൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. സ്ട്രക്ചർ ഞാൻ കൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ, സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ing പ്രസന്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർബ് പ്ലസ് ing പാസ്റ്റ് കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇത് 6 ആർക്കെങ്കിലും പറയാമോ? Anybody can say? എങ്ങനെയാ സാറേ പറയണ്ടേ? സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഒരു വാക്ക് എന്തെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞാൽ മതിയോ? അല്ല, ഇത് അതിന്റെ സ്ട്രക്ചർ മാത്രം ആദ്യം കൂടെ പറഞ്ഞു പോകും. നമുക്ക് അടുത്ത എക്സസൈസ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കാം. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് അതിന്റെ സ്ട്രക്ചർ മാത്രം. വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്,
പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വെർബ് പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പ്ലസ് ing. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus verb plus ing. ഓക്കെ, ഇതാണ് ഒരു സെന്റൻസ് കാണുമ്പോൾ അത് ഏത് ടെൻസിലാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ആ സ്ട്രക്ചർ ഞാൻ പറഞ്ഞത് ആരെങ്കിലും പറയാമോ എന്ന് ചോദിച്ചത്. Yes, very good, Chinnu Jose. First simple present and subject plus verb in the present tense. Very good. പിന്നെ സെക്കൻഡ് സിമ്പിൾ പാസ്റ്റ്, അത് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. Very good. പിന്നെ സിമ്പിൾ ഫ്യൂച്ചർ, അത് സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. Very good. പിന്നെ വരുന്നത് പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ്, അത് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് പിന്നെ വെർബ് പ്ലസ് ing. Very good. Past continuous. Past continuous subject plus was or where plus verb plus ing. Very good. ഇന്ന് പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഇന്ന് പറഞ്ഞത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് be പ്ലസ് verb പ്ലസ് ing. Very good, very good, very good. Set. Very good. Okay. Now, Shida, can you? Sir, number. Yes, പറയൂ. പറഞ്ഞോളൂ. സാർ നൗഷിദയോട് ചോദിച്ചു. ഇല്ല, നൗഷിദ വന്നിട്ടില്ല എന്നുണ്ട്. പറഞ്ഞു. സിമ്പിൾ പ്രസന്റിന്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് V1 വെർബിന്റെ. ഓക്കെ, V1. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് V2 രണ്ടാമത്തെ. പിന്നെ പ്രസന്റ് കണ്ടിന്യൂസ് സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബിന്റെ V1. ഓക്കെ, വെരി ഗുഡ്. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ing ഫോം വെർബിന്റെ ing. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ing. ഫ്യൂച്ചർ കണ്ടി സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് be പ്ലസ് വെർബിന്റെ ing ഫോം. വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ. അപ്പൊ ചിന്നു ജോസ് പറഞ്ഞു, ബിന്ദു പറഞ്ഞു. ഈ ആരാണ്? ഈ 6 ടെൻസ് പഠിപ്പിച്ചത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. യെസ്, അഞ്ജു പറയാമോ? ആറ് ടെൻസ്. സാർ ഞാൻ പറയാം. യെസ്, വെരി ഗുഡ്. ആരാണ്? പറഞ്ഞോളൂ. റിസാന ആണ് പേര്. റിസാന പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്ട് പ്ലസ് will or shall വെർബിന്റെ പ്രസന്റ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്ട് വാസ് ഓർ വേർ വെർബിന്റെ ing. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്ട് പ്ലസ് will or shall പ്ലസ് be പ്ലസ് വെർബിന്റെ ing. വെരി ഗുഡ്. അൻവർ സാദിഖ് തോന്നല്ലേ? അതെ, അത് അങ്ങനെ പേര് കാണിക്കുന്നത്. ഓക്കെ. വെരി ഗുഡ്. ഇമെയിൽ ഐഡി ഹസ്ബൻഡാണ്. ശരി. യുവർ നെയിം? റിസാന. ഓക്കെ. ഇനി അടുത്ത ആർക്ക് പറയാൻ പറ്റും? സർ, ഞാൻ പറയാം. യെസ്, പറയൂ. സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് വെർബ് പ്രസന്റ് ഫോം.
Okay, very good. Simple past, subject plus verb, past form. Okay, okay. Simple future, subject plus will or shall plus verb, present form. Okay. Then present continuous, subject plus is or am or are plus verb plus ing. Very good. Okay. Past continuous, subject plus was or were plus verb ing. Very good. Then future continuous, subject plus will or shall plus be plus verb ing. Very good, very good, very good, very good. Okay, 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 okay. ഞാൻ പറയാം സാർ. അഞ്ചു പറഞ്ഞോളൂ. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ഫോം. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വെർബിന്റെ പ്രസന്റ്. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ing. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ing. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus verb plus ing. Very good, very good, very good, Anju, very good. Okay, 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 okay. Who is next? അടുത്ത ആരാ പറയാ? സർ ഞാൻ പറയാം. ശിഖ പറയൂ. സിമ്പിൾ പ്രസന്റ് സബ്ജക്റ്റ് പ്ലസ് വേർബിന്റെ പ്രസന്റ് ടെൻസ്. Okay. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വേർബിന്റെ പാസ്റ്റ് ടെൻസ്. Okay. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് വേർബിന്റെ പ്രസന്റ് ടെൻസ്. Very good. പ്രസന്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് is or am or are പ്ലസ് verb പ്ലസ് ing. Very good. പാസ്റ്റ് കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് was or were പ്ലസ് verb പ്ലസ് ing. Okay. ഫ്യൂച്ചർ കണ്ടിന്യൂസ് സബ്ജക്റ്റ് പ്ലസ് will or shall പ്ലസ് be പ്ലസ് verb പ്ലസ് ing. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാനത് ഇത് കൃത്യമായിട്ട് നിങ്ങളത് പറയിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിനി ഇൻഡയറക്റ്റ് സ്പീച്ച് അത് പഠിക്കുമ്പോൾ ഈ സംഗതി അറിയാമെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. കാരണം ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് ഇംഗ്ലീഷ് ഗ്രാമറിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുന്ന സംഗതി. അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് ഈ സംഗതി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഇതൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ട് വർക്ക് മാത്രമാണ്. ഗ്രൗണ്ട് വർക്ക് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഗ്രാമറിലായിട്ടും മറ്റു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് വരണം. ഓക്കെ, ഓക്കെ, ഓക്കെ. അതുകൊണ്ടാണ് ഞാനിത് എടുത്ത് പറയണത്. ശരി, ഓക്കെ. ഇനി ക്വീസ് നെക്സ്റ്റ് ഹു ക്യാൻ സേ ഈ ആറ് ടെൻസ് ആണെന്ന് പറയാൻ സിമ്പിൾ പ്രസന്റ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഓക്കെ. സിമ്പിൾ പാസ്റ്റ് സബ്ജക്ട് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ്. ഓക്കെ. സിമ്പിൾ ഫ്യൂച്ചർ സബ്ജക്ട് will or shall plus present tense. Okay. Present continuous subject plus is or am or are plus verb plus ing. Okay. Past continuous subject plus was or verb plus ing. Okay. Future continuous subject plus will or shall plus verb plus ing. Subject plus will or shall plus verb plus ing. Will or shall plus verb plus ing. Future continuous subject plus will or shall plus be plus verb plus ing. Okay, Trisha, very good, very good. Okay. Yes. ഇനി ആരെയാണ് പറയാൻ താല്പര്യമുള്ളത്? Who is next? സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് മൂന്നെണ്ണം ഒരുമിച്ച് പറഞ്ഞു. പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. മൂന്നാകും. ഓക്കെ. Who is next? Anybody? Okay. ഇനി ഞാൻ ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് ഞാൻ പറയുന്നത് നേരത്തെ ഓണം സെലിബ്രേഷനെ കുറിച്ച് റംസിയൊക്കെ ആലോചിക്കാൻ വേണ്ടി സമയം തന്നായിരുന്നു. ആലോചിച്ച് കഴിഞ്ഞോ? ദൃശ്യമൊക്കെ പറയാമോ? യുവർ ഓണം സെലിബ്രേഷൻ. Okay, sir. Ready? I wake up in the morning. Okay. ഞാൻ ഒന്ന് ഓഫ് ചെയ്തു. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. മനസ്സിലാലോചിച്ചു. യെസ്.
അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടി ചെയ്യണം. നിങ്ങൾ ഇത് പറഞ്ഞിട്ട് പിടിക്കണം എന്നുള്ളത് വളരെ മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാം. ഞാൻ പറഞ്ഞു തരുന്ന പോലെ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്തെങ്കിൽ പോലെ ചിന്തിക്കും. ആരും നിങ്ങളെ നോക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ടൊന്ന് പരിശോധിക്കാൻ ആരും തന്നെ ഇല്ല. അപ്പൊ യു ആർ ദ കൺട്രോളർ ഓഫ് യുവർ മൈൻഡ്. അപ്പൊ ഇതുപോലെ ചെയ്യാം. നിങ്ങൾ ഇന്ന് അവിടെ നിന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് മാറി കഴിയുമ്പോൾ ആ മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വോയിസ് റെക്കോർഡർ ഓൺ ചെയ്യുക. ഓൺ ചെയ്തിട്ട് ഈ ഓണ സെലിബ്രേഷൻ ആണ് പറയുക. നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് ആ സംഗതികൾ പറയുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ അത് കേൾക്കുക. അത് കേട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പറയാൻ പോകുന്നത് അയ്യേ ഇത് ആകെ ഒരു കേൾക്കാൻ രസമില്ല, ഭംഗിയില്ലാതെ പറയാൻ തോന്നും. അതായിരിക്കും നിങ്ങൾക്ക് ആദ്യം തോന്നുന്ന സംഗതി. അത് ഡിലീറ്റ് ചെയ്യുക, ഒന്നുകൂടി പറയുക. അപ്പൊ രണ്ടാമതും അത് പറഞ്ഞിട്ട് അത് നിങ്ങൾ തന്നെ ഒന്ന് കേൾക്കുക. അത് കേട്ട് കഴിയുമ്പോൾ തോന്നുന്നു ആദ്യത്തെക്കാളും നന്നായിട്ടുണ്ട്. വീണ്ടും ഒരു പ്രാവശ്യം കൂടി അത് ഡിലീറ്റ് ചെയ്ത് ഒന്നുകൂടി പറഞ്ഞു നോക്കുക. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഏതാണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോ അത് നിങ്ങൾ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ഓൺ ചെയ്ത് നിങ്ങൾ തന്നെ അത് പറഞ്ഞിട്ട് വീണ്ടും അത് നിങ്ങൾ കേട്ട് വീണ്ടും അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു. അങ്ങനെ തന്നെ ചെയ്യണം. അതായത് പോയിന്റ് ഒക്കെ കുറിച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നേരത്തെ ക്ലാസ്സിൽ തകർക്കാം എന്ന് പറയുന്നതല്ല. ഇത് ഇങ്ങനെ നിങ്ങൾ തന്നെ പറഞ്ഞത് കേൾക്കുക. വേറെ ആരെയും കേൾപ്പിക്കൊന്നും വേണ്ടല്ലോ, നിങ്ങൾ മാത്രമായിരിക്കും അത് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അത് ചെയ്ത് നോക്കണം. എല്ലാവരും ഓണം സെലിബ്രേഷൻ അതിനെ കുറിച്ച് നിങ്ങൾ തന്നെ വോയിസ് റെക്കോർഡ് ഓൺ ചെയ്തിട്ട് ഒന്ന് പറയണം. പറയൂലേ മക്കളെ? യെസ്, നൗഷിത ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ബിന്ദു പറഞ്ഞിട്ടുണ്ട്, ദൃശ്യാന പറഞ്ഞിട്ടുണ്ട്, അഞ്ചു പറഞ്ഞിട്ടുണ്ട്, ശിഖ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ദൃശ്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം. അത് അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ള അവസരം കൂടിയാണത്. അപ്പൊ അത് അതുപോലെ തന്നെ ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ദൃശ്യയിലോട്ട് മടങ്ങി വരാം. ദൃശ്യം പറഞ്ഞോളൂ. Yes, I wake up early in the morning. Okay. Went to the temple. അതെ, ഒരു ക്ലിയറാവണില്ല. ഒന്നുകൂടി ഒന്ന് റേറ്റ് കുറവുണ്ട്. I went to the temple. And I prepared a pookalam. Yes. And I helped my mom for sadhya preparation. Okay. And I slept. Okay. Thanks. And watched the TV program. Okay. I do. Yes. Share. Okay. Very good. Share. എന്റെ ആദ്യം ചോദിച്ചത് വിഷയമാണ്. യെസ്, ഈ ആരാണ് പറയുന്നത്? ഒരാൾക്ക് കൂടി ചാൻസ് ഉണ്ട്. വൺ മോർ പേഴ്സൺ. അപ്പോ റസാന പറഞ്ഞോളൂ. യുവർ ഓൺ സെലിബ്രേഷൻ. Sir, I'm പറയാം. Yes, okay, carry on. I wake up early morning. Okay. Then I do my prayers and I went to kitchen, prepare my breakfast. Oh, very good. Then I sent to my son into madrasa and and I ate my breakfast. Okay. Then I clean my home. Okay. Then I cook my lunch in sadhya, sambar, payasam and some dishes. Oh, very good. Okay. We are at our lunch. Okay.
Then evening we are going to my cousin's home for seeing their newborn baby. Okay. That's all. Very good. കുറച്ചുകൂടി style ആയിട്ടുണ്ട്. Okay, realistic ആയിട്ടുണ്ട്. Very good. Okay. Thank you. Very good. Who is one more person? ഒരാളെ കൂടി ചാൻസ് ഉണ്ട്. One more person. Yes. One more person to speak about your honor celebration. Yes. Anybody? ആരുമില്ല. Okay. അപ്പൊ നമ്മള് ഈ 6 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അതില് ആദ്യത്തെ 3 ടെൻസിന്റെ പാസീവ് വോയിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? ആദ്യത്തെ 3 ടെൻസിന്റെ പാസീവ് വോയിസ് സിമ്പിൾ പ്രസന്റിന്റെയും സിമ്പിൾ പാസ്റ്റിന്റെയും സിമ്പിൾ ഫ്യൂച്ചറിന്റെയും പാസീവ് വോയിസും കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ? യെസ്. ഓക്കെ. അവിടെ വരെ നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പൊ ഇനി നമുക്ക് ഈ 3 ടെൻസിന്റെയും പ്രസന്റ് കണ്ടിന്യൂസിന്റെയും പാസ്റ്റ് കണ്ടിന്യൂസിന്റെയും ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെയും പാസീവ് വോയിസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിനെ കുറിച്ച് പറയാം. അപ്പൊ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഓണ സെലിബ്രേഷനെ കുറിച്ച് ഒന്നുകൂടി നന്നായിട്ട് പറയുക. ഇന്ന് പറഞ്ഞവർ തന്നെ വീണ്ടും പറയുക. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ പറയുന്നതിന് മുമ്പ് വോയിസ് റെക്കോർഡ് വെച്ച് നിങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കുക. അത് നിങ്ങളുടെ ആ കഴിവൊന്ന് നിങ്ങൾക്ക് എനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുണ്ട്. വേറെ ആരും നിങ്ങൾക്ക് ഏൽപ്പിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു ഭംഗിയായിട്ട് പറയുക. സോ we will meet in the next class. Okay. Thank you, sir. Okay, welcome. Thank you, sir. Welcome. Thank you, sir. Welcome. Yes. Yes. ഇത് മാറ്റണേ. ഏതാണ്?